ഇനി കലോത്സവം എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ താരങ്ങൾ കുട്ടികൾക്കൊപ്പം തന്നെ താരങ്ങളായി എത്തുന്ന ചില ആളുകളുണ്ട്. കാഴ്ച കാണാൻ എത്തുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ടാവും. ഇത്തവണ എത്തിയിരിക്കുന്നത് കവി മുരുകൻ കാട്ടാക്കടയാണ്. കാരണം കലോത്സവ വേദികളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കവിതകൾ ഒരുപക്ഷെ കാസറ്റ് കവിതകൾക്കപ്പുറത്തേക്ക് എത്തിയിരിക്കുന്ന ഒരു ജനപങ്കാളിത്തം അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഒരു കവി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനൊപ്പം റഹീസ് റഷീദ് ഉണ്ട്. നമുക്ക് അവരിലേക്ക് പോയിട്ട് തിരികെ എത്താം. ഈ തൃശ്ശൂരിലെ കലോത്സവം വലിയ ആംബിയൻസിൽ അങ്ങ് നടന്നു പോവുകയാണ്. നടന്നു പോകാന്ന് പറഞ്ഞാൽ ഈ തൃശ്ശൂരുകാർ പുലികളീനെയൊക്കെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെ തന്നെ കലോത്സവത്തെ നെഞ്ചേറ്റുന്നു. ഓരോ ദിവസം കഴിയുമ്പോഴും എന്നൊരു സ്ഥിതിയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഒരു അതിഥി മുരുകൻ കാട്ടാക്കട. ഇതിലിങ്ങനെ കലോത്സവമൊക്കെ നോക്കി ഇങ്ങനെ കറങ്ങി നടന്നപ്പോൾ ഞാൻ പൊക്കിയതാണ്. കലോത്സവം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കലോത്സവത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കുറേ വേദികളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാം, മനോഹരം. കാരണം ഇപ്പോൾ കണ്ണൂരായിരുന്നല്ലോ കഴിഞ്ഞ വർഷം. കണ്ണൂരിലെ നല്ല പ്രൗഢമായ ഒരു കലോത്സവമായിരുന്നു. എന്നാൽ ഇത്രയും സൗകര്യപ്രദമായ വേദികൾ കണ്ണൂരിലില്ലായിരുന്നു. ഇതിപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് നീർമാതളമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4,000 പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള കപ്പാസിറ്റിയുള്ള അങ്ങനെയുള്ള വലിയ സ്റ്റേജുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ സാംസ്കാരിക ഘോഷയാത്ര കുട്ടികൾ ഇങ്ങനെ റോഡിലൂടെ വരുന്നത് ഒഴിവാക്കിയിട്ട് ഇന്നത്തെ ദൃശ്യാവിഷ്കാരം വന്നല്ലോ, അത് എങ്ങനെ പോസിറ്റീവായിട്ട്? ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ സാംസ്കാരിക ഘോഷയാത്രയിലൊക്കെ നമുക്ക് പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ഒരു സന്തോഷമൊക്കെ തോന്നുമെങ്കിലും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ വലിയ കഷ്ടപ്പെട്ടാണ് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്. ഈ കലകളുടെ ഒരു മേളനം അത് മനോഹരമായി ചെയ്തു. പിന്നെ അത് തന്നെ നാളെയും മറ്റന്നാളും ചെയ്തുകൊണ്ടിരുന്നാൽ ആവർത്തന വിരസത ഉണ്ടാവും. പക്ഷെ അത് വളരെ സുന്ദര വർഷം ഓരോന്ന് മാറി വരണം. അവരെ ആശയം ഈ കരിയർ പറഞ്ഞു വരികയാണെങ്കിൽ പുലിമുരുകനിലെ പാട്ടൊക്കെ ഓസ്കാറിന് പോയതിൻ്റെ ഒരു സന്തോഷത്തിൽ കൂടെയാണോ? അങ്ങനെയൊന്നുമില്ല, തീർച്ചയായിട്ടും. ഓസ്കാറിന് ആ പാട്ടുകൾ പിന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് കിട്ടുന്ന ഒരു ബഹുമതിയായിട്ടാണ്. കാരണം അംഗീകാരങ്ങൾ. കാരണം ഇന്ത്യയിൽ നിന്നുള്ള മറ്റൊരു ഭാഷയിൽ നിന്നും പിന്നെ ഓസ്കാറിലേക്ക് നോമിനേഷൻ ഇല്ല. ആ പാട്ടൊന്നും നമുക്ക് ആ പാട്ട് അങ്ങനെ ചൊല്ല. ഞാൻ പാട്ടുകാരനല്ല. അത് മാനത്തെ മാരിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കിടങ്ങൾ വാവുറങ്ങാരോ വാവാവം പാടിയുറക്കാൻ ഇല്ലിന്നിന്നമ്മയൻ പൊന്നേ ചാരത്തെ നോവു താരാട്ടിൽ നീയുറങ്ങാരോ എന്ന് പറയുന്ന പാട്ടാണത്. പിന്നെ പുതിയ കവിതകളൊക്കെ അത് സൂര്യകാന്തി നോവ് എന്നൊരു കവിതയുണ്ട്. സൂര്യകാന്തി പൂവു ഞാനെന്നും എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നുമാ പേവിഷത്തുമ്പികൾ പാറിടുന്നു. പെൺകുട്ടികൾക്ക് നമുക്ക് ഈ പറയുന്ന ഒരു സുരക്ഷ കൊടുക്കാൻ ആത്യന്തികമായി ഇന്ത്യൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോഴും ഈ കവിത നമ്മുടെ കൂടെ ഉണ്ട് എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? എപ്പോഴല്ലേ മനസ്സിലാക്കിയത്? അത് തീർച്ചയായും ഞാൻ പഠിക്കുന്ന കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ വായിക്കുമായിരുന്നു, കവിത എഴുതുമായിരുന്നു. പക്ഷേ കവിത ഒരു പ്രതികരണ ആയുധമാണ് എന്ന് ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുന്നത് 10-20 വർഷമായിട്ടുള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടാകുമ്പോൾ എനിക്ക് ശക്തമായി പറയാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ആയുധമാണ് കവിത എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഓരോരുത്തർക്കും ഓരോന്നാണ് ആയുധം. ഇപ്പോൾ പിന്നെ അധികാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതികരിക്കാനുള്ള ആയുധം അവൻ്റെ കയ്യിലിരിക്കുന്ന അധികാരമാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ഞാനൊരു അധികാരമുള്ള ആളോ മറ്റൊന്നുമല്ല. അപ്പോൾ തീർച്ചയായും എൻ്റെ കയ്യിലെ ആയുധം എൻ്റെ വാക്കാണ്. അപ്പോൾ എൻ്റെ വാക്കിനെ ഉപയോഗിച്ച് എനിക്ക് പറയേണ്ട കാര്യം പറയേണ്ട മാതിരി പറയുവാൻ എനിക്ക് കിട്ടിയിരിക്കുന്ന മാധ്യമമായിട്ടാണ് ഞാൻ എൻ്റെ കവിതയെ കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഏതെന്ന് പറയാം? എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാ കവികളെയും. നമുക്കിപ്പം എന്താ പറയുക, നെഞ്ചത്ത് തട്ടി കേൾക്കാൻ പറ്റുന്ന ഒരു അത് തീർച്ചയായിട്ടും എല്ലാവരുടെയും കവിതകൾ, ഇപ്പം വൈലോപ്പള്ളിയുടെയും ആശാൻ്റെയും എല്ലാവരുടെയും കവിത ഒരുപോലെ ഒന്നിനൊന്ന് നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്നതാണ്. ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചാണ് ആ കവിത നമ്മുടെ ഹൃദയത്തെ ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ കവികളുടെ ഇടയിൽ ഒരു ഗുരുനാഥൻ എന്ന് പറയുന്ന തക്ക ഒരാളുമില്ല. പിന്നെ ഞാൻ എൻ്റെ മാനസ ഗുരുവായിട്ട് കാണുന്ന പൂന്താനം നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാന എന്ന കവിതയെ ഞാൻ വളരെ കാര്യമായി കാണുന്നു. അദ്ദേഹത്തൊരു ഭക്തി കവിതയായിട്ട് ഞാൻ കാണുന്നില്ല. അത് ഏത് കാലത്ത് നിലനിൽക്കുന്ന പിന്നെ സമകാലീന വർത്തമാന കാലങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു മഹത്തായ കൃതിയായിട്ടാണ് ഞാൻ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനെ കാണുന്നത്. കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. നമ്മുടെ കുഞ്ഞുങ്ങളും വെറുതെ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. മത്സരം എന്ന് പറയുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് ഈ കമ്പോളവും
കച്ചവടവും മുതലാളിത്തവും മത്സരവും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ പൂന്താനം എഴുതി വെച്ചു. മാത്രമല്ല അദ്ദേഹം ഒരു ജനകീയ കവിയായിരുന്നു. വളരെ ലളിതമായ ഭാഷയിൽ മലയാള ഭാഷയിൽ കവിത എഴുതാൻ ശ്രമിച്ച് പരാജയപ്പെട്ട അന്നത്തെ വരേണ്യ സംസ്കൃത പണ്ഡിതന്മാരായ കവികളുടെ ഇടയിൽ പച്ച മലയാളത്തിൽ കവിതയുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കവിയാണ് സ്വന്തം കവിതയിലേക്ക് വന്നാലോ? സ്വന്തം കവിതകളിൽ എല്ലാം പ്രതികരണ സ്വഭാവമുള്ള കവിതകളാണ്. നമുക്ക് ഏതിനോട് കുറേ കുട്ടികളുണ്ടെങ്കിലും ഒരു കുട്ടിയോട് ഒരു ചെറിയ അങ്ങനെ എല്ലാ കവിതകളോടും. എൻ്റെ മൂത്ത മകളായിട്ട് ഞാൻ കാണുന്നത് കണ്ണട എന്ന കവിതയാണ്. അവൾ നല്ലവളായതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ജനം ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായും അതിന് തുടർന്നുള്ള എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. അപ്പോൾ പുതിയ ഇതിൽ കണ്ണടയാണല്ലേ നമ്മുടെ ഒരു ടേണിംഗ് പോയിന്റ്. തീർച്ചയായിട്ടും കണ്ണട ജനകീയമായി ഈ വർത്തമാന കാലത്തെ അടയാളപ്പെടുത്തിയ കവിത എന്ന നിലയിൽ കണ്ണട മറ്റുള്ളവരുടെ ഹൃദയത്തിലൊന്ന് ഒരു കയ്യൊപ്പിടാൻ ഇടയാക്കിയ കവിതയാണ്. അപ്പോൾ പുതിയ കവിതകളിൽ നീ അടുത്തുണ്ടായിരുന്ന കാലം ഞാൻ എന്നിലുണ്ടായിരുന്ന പോലെ, നീ അടുത്തില്ലാതിരുന്ന കാലം ഞാൻ എന്നിലില്ലാതിരുന്ന പോലെ, സ്വപ്നത്തിൽ നീ പുഞ്ചിരിച്ച കാലം എൻ്റെ ദുഃഖങ്ങളെല്ലാം അകന്ന പോലെ, നീ അടുത്തുണ്ടായിരുന്ന കാലം എന്നൊരു കവിതയുണ്ട്. ഇത് പുതിയ CD ഞാൻ ഇറക്കുന്ന പുതിയ ശ്രാവ്യ സമാഹാരത്തിലെ ഒരു ഇനി ഇറങ്ങാനിരിക്കുന്നതാണ്, ഇതുവരെ ആരും കേൾക്കാത്തതാണ്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഓരോ കാലഘട്ടത്തിലെ ഓരോ സമയത്തെ സന്ദർഭത്തെ വൈകാരികതകളെയാണ് നമ്മൾ കവിതകളാക്കി മാറ്റുന്നത്. എല്ലാത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. കയറിയും ഇറങ്ങിയും എൻ്റെ എല്ലാ കവിതയും ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടും. പക്ഷേ ഈ കവിത ആളുകൾ കൂടുതൽ ഏറ്റെടുക്കുന്നത് അവരെ കൂടി ടച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് എന്നെയും കൂടെ ബാധിക്കുന്നതാണ് എന്ന് തോന്നലുള്ള വരികൾ വരുമ്പോഴല്ലേ? അങ്ങനെ തന്നെ ആയിരിക്കും കണ്ണട കണ്ണട. അപ്പോൾ തീർച്ചയായും നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇങ്ങനെ ഇതെല്ലാം ശരിയായിരുന്നല്ലോ എന്നൊരു തോന്നൽ, ഞാൻ പറയേണ്ട കാര്യം വേറൊരാൾ പറഞ്ഞു എന്നൊരു തോന്നലാണ് ആ കവിത ഏറ്റെടുക്കാൻ കാരണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം, മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വീണം. അതിനകത്ത് പൊട്ടിയ താലിച്ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടിക്കേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം, തറയിലൊരിലയിൽ ഒരൽപ്പം ചോരയിൽ കൂനനുറും വിരതേടൽ കാണാം. ഇതെല്ലാം എല്ലാവരും കാണുന്നതാണ്. പൊട്ടിയ താലിച്ചരടും പൊട്ടാ മദ്യക്കുപ്പിയും പലിശയും പട്ടിണിയും പുറകിലെ മാവിലെ കയറും പിഞ്ചുമടിക്കുത്ത് 50 പേര് ചേർന്ന് 20 വെള്ളിക്കാശ് കൊടുത്തിട്ട് ഉഴുതു മറിക്കുന്നതെല്ലാം നമ്മളെല്ലാവരും കാണുന്നതാണ്. ഈ ബാഗ്ദാദിൻ്റെ പിന്നിലെ കഥ എന്താ? ബാഗ്ദാദ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശന കാലത്തെ ഇറാഖിലെ അമ്മമാർക്കും അങ്ങനെ അന്നത്തെ ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വന്ന യാദൃശ്യമായി വന്ന ഒരു സൃഷ്ടി. ഞാൻ കുഞ്ഞുനാളിലെ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ധാരാളം അറബി കഥകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മയോടൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഈ അറബി കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു നമുക്കൊരു സ്വപ്നമുണ്ട്, ഈ അറബി നാടിനെക്കുറിച്ച്, ബാഗ്ദാദിനെക്കുറിച്ച്, മിയാൻദാദിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഹൃദയത്തിൽ കുറേ സങ്കല്പം കിടന്നുണ്ട്. അതിനെല്ലാം തച്ചുടക്കുകയായിരുന്നല്ലോ അമേരിക്ക ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ദൃശ്യങ്ങളിലൂടെ കാണുന്ന ബാഗ്ദാദും തമ്മിലുള്ള അന്തരമാണ് ആ കവിത. മണൽ കരിഞ്ഞു പറക്കും നെന്ത്രക്കാക്ക മലർന്നു പറക്കുന്നു, താഴെ തൊടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ, ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ്, ഇതു ബാഗ്ദാദാണ് അമ്മ പറഞ്ഞോരറബി കഥയിലെ ബാഗ്ദാദ് എന്ന് പറയാം. ഈ വിരഹങ്ങളാണോ കൂടുതൽ ഈ കവിതയിൽ വരുന്നത്? ഇപ്പോൾ ബാഗ്ദാദ്, കണ്ണട, അല്ലെങ്കിൽ നേരത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പാടിയ കാട്ടുകൾ, കുറേ പോസിറ്റീവായ കാര്യങ്ങൾ വരുന്നില്ല. നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോടുള്ള കലഹമാണ് കവിത എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ആ കവിതയിലുണ്ടാകുന്ന വിഷാദം, ദുഃഖം യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് ഈ കാലം ഇങ്ങനെ ആയാൽ പോരാ എന്ന എൻ്റെ കലഹമാണ്. തീർച്ചയായിട്ടും വളരെ സുന്ദരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതാൻ ഒരുപാട് പേരുണ്ടാകാം. ചിലപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് തന്നെ ഒരു കവിധർമ്മമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് കൂടുതലും ശോകം എൻ്റെ കവിതകളിൽ ധാരാളമായിട്ട് വരുന്നത്. എന്തായാലും ഇത്രയൊന്നും സംസാരിക്കാൻ വലിയ തിരക്കിലായിരുന്നു. പക്ഷേ കുറച്ച് സമയം 2-3 മിനിറ്റ് തരാമെന്ന് പറഞ്ഞാണ് നമുക്കപ്പം കൂടിയത്. എന്തായാലും സംസാരിച്ച് കുറേ സമയമായി. വളരെ ഇവിടുത്തെ പ്രോജക്റ്റിലും മറ്റ് മീഡിയ വൺ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചാനലാണ്. അത് മീഡിയ വണ്ണിൻ്റെ തുടക്കം, മീഡിയ വൺ ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ബാഗ്ദാദ് ആ ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായി ഉറക്കെ ചൊല്ലിയിട്ടുണ്ട്. ആ തുടക്കം ഇതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ ദിനത്തിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും മീഡിയ വണ്ണിനും അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും
നല്ല കലോത്സവ ആശംസകൾ നേരുകയാണ് ഞാൻ. ഒരു ഹിറ്റ് പാട്ട് 2 ലൈനും കൂടെ പാടിയ. ഹിറ്റ് പാട്ടെന്ന് പറയാനൊന്നുമില്ല. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം, ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം. എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കുമാത്രം. നാളെ പ്രതീക്ഷ തൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം. ഓക്കെ, താങ്ക് യു.